ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നത്. ഈതപ്പനും ഈ വാച്ചിയുണ്ട്. ഞങ്ങൾ രണ്ടും കൂടി ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട്. അമ്മയുടെ ഒരു കുക്കിംഗ് ആണ്. അമ്മേ വന്നിട്ടുണ്ടാക്കാം അല്ലേ? അപ്പോൾ എന്താണെന്ന് പറയണല്ലോ, ഞങ്ങൾ ഒരു സാധനം വാങ്ങാൻ പോണേ. അവിടെ തീർന്നു പോയില്ലേ എന്നിട്ടാ പോടാ നമുക്ക്. ഇന്ന് ഇവനെ കൊണ്ടാണ്. നീയാണോ കുക്ക് ചെയ്യാൻ പോണം? ആ, അപ്പോൾ ഈതപ്പനും ഈ വാച്ചിയുണ്ട്. നമ്മ എല്ലാവരുടെയും എങ്ങോട്ടാ പോകണം? അമ്മ എറണാകുളത്തേക്ക് പോണേ. വൈപ്പിൻ പോകാൻ പോണേന്ന്, മീൻ കടയിൽ പോണേന്ന് അല്ലേ? അവിടെ നിന്ന് നല്ല ഫ്രഷ് മീൻ കിട്ടുമെന്ന് പറയാം. അപ്പോൾ ഒന്ന് പോയി നോക്കാം. പോവാം. അങ്ങനെ മീൻ കടയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും പിള്ളേർക്ക് ഒരു ആഗ്രഹം ഇത് കാണണമെന്ന്. ഈ വച്ചി എങ്ങനെയുണ്ട്? ഷിപ്പ് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തല്ലേ? അച്ഛൻ നോക്കി സന്തോഷം നോക്കി ഞങ്ങണ്ട. അടിപൊളിയല്ലേ? ഇവിടെ നിന്ന് നോക്കട്ടെ, രണ്ടിൽ നിന്ന് നോക്കട്ടെ, കാണിക്കട്ടെ. അടിപൊളി അടിപൊളി. ആ പോവാം. ഞങ്ങൾക്ക് ഒരു ദിവസം ഷിപ്പിൽ പോവാട്ടാ. ഞാനും പോയിട്ട് യാത്ര പോകാൻ പറ്റിയില്ല. ഒരു ദിവസം ഞാൻ ഈ യാത്രയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, പുറകെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇവർക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് വേഗം പോവാം. വണ്ടി എടുക്കട്ടെ. ഇതുണ്ടോ നമ്മുടെ വൈപ്പിൻ കാളമുക്ക് ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞാൽ ഒരു 1/2 കിലോമീറ്റർ കഴിയുമ്പോൾ പെട്രോൾ പമ്പിന് ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ANG ഫ്രഷ് ഫിഷ് എന്ന് പറഞ്ഞൊരു മീൻ തട്ടുണ്ട്. കണ്ടോ? എൻ്റെ ഫ്രണ്ടിൻ്റെ ഉണ്ടോ, രോഹിത്തിൻ്റെ ആണ്. രോഹിത്ത് ഇവിടെ ഇല്ല, സ്ഥലത്തില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവനെ ഇവിടെ കാണിക്കാറുള്ളത്. നല്ല വില കുറവാണ്, നല്ല ഫ്രഷ് മീനായിരിക്കും കിട്ടുന്നത്. ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. നമ്മളിന്ന് തെരണ്ടിയാണ് വാങ്ങുന്നത്. തെരണ്ടി വാങ്ങിയിട്ട് സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് കാണിച്ചു തരാം. മേടിക്കാം, തെരണ്ടി മേടിക്കാം. ഇതുണ്ട്, നമ്മൾ ഒരു ഫുള്ള് തെരണ്ടിയാണ് മേടിക്കുന്നതാണ്. ഇതൊരു സ്പെഷ്യൽ സാധനമാണ് ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, ഇത് പറയാ. അപ്പോൾ നമ്മൾ തെരണ്ടിയും മേടിച്ചു. പിന്നെ അയിലയും വാങ്ങി. അയില എന്നാ അവള് കണ്ടില്ലായിരുന്നു. തെരഞ്ഞെടുക്കാം. നമ്മൾ തെരഞ്ഞെടുക്കാം. അയിലയും വാങ്ങിയായിരുന്നു. അന്വേഷിച്ച് ആ തെരണ്ടി വരുമോ? നമ്മളൊരു ഫുള്ള് തെരണ്ടി മേടിച്ചു. അവരെ കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്യിച്ചാണ്, അല്ലെങ്കിൽ വീട്ടിൽ പോയി നമുക്ക് പണിയാവും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ ഷിയാബ് ബ്രോയാണ് കേട്ടോ. ഷിയാബ് ബ്രോയാണ് ക്ലീനാക്കി അടിപൊളിയാക്കി തന്നേക്കണേ. അമ്മക്ക് അല്ലെങ്കിൽ പണി കൂടി പോയല്ലേ. അപ്പോൾ എന്തായാലും താങ്ക് യു. പോകട്ടെ, കാണാം. എന്നിട്ട് രോഹിത്തിനെ കാണിക്കാൻ. രോഹിത്ത് പുറത്തേക്ക് അവിടെ പോയേക്കണേ, ഇല്ലെങ്കിൽ അവനെ കൂടി കാണിക്കാറ്. കടയിൽ നോക്കും. അപ്പോൾ ഓക്കെ, പോവാടി വച്ചി. റെഡി അല്ലേ? അപ്പോൾ നമ്മൾ തെരണ്ടിയും എടുത്തിട്ടുണ്ട്, നമ്മൾ മേടിച്ച അയിലയും എടുത്തിട്ടുണ്ട്. ഫോണിന് പോവാം. ഓക്കെ, റെഡി. ഓക്കെ, ചെമ്മീൻ പോട്ടെ. കത്തി. ഈതപ്പനോട് ഇവിടെ എവിടെ? ഈതപ്പന എവിടെ? അത് വെച്ചോ ചട്ടി വെച്ചോ. ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ തെരണ്ടി മേടിച്ചു. അല്ല, നമ്മ മേടിച്ചത് 3 കിലോ. ഇതിപ്പോ 1 കിലോ എടുത്തിട്ടുള്ളൂ അല്ലേ? 1 കിലോ മേലുണ്ടാവും. 1 കിലോ ജസ്റ്റ് കുറച്ച് കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. 1 കിലോ നോക്കി നിങ്ങൾ. അപ്പൊ 1 കിലോയില് എന്തൊക്കെയാണ്? ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, വേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ എണ്ണ. അപ്പൊ ആദ്യം ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മ തുടങ്ങിക്കോമേ. നമ്മയിടുന്ന് തെരണ്ടി. അത് പറഞ്ഞില്ലട്ടാ, നമ്മ തെരണ്ടി അച്ചാറാണ്. നമ്മുടെ തെരണ്ടി അച്ചാർ അല്ലേ? തെരണ്ടി അച്ചാർ. പിന്നെ ഇത് സ്പെഷ്യൽ ആയിട്ടല്ലേ? എന്തിയൊക്കെ ഉള്ളൂലേ? വേണ്ടേ? ഞാൻ അച്ചാറാന്ന് വിചാരിച്ചില്ലടാ. പിന്നെ എന്താന്ന് വിചാരിച്ചു? ഞാനോടത്ത് കറിയാന്ന്. എനിക്കറിയില്ല. ഈതപ്പം എന്തേ തെരണ്ടി അച്ചാറുണ്ടായി കഴിഞ്ഞിട്ട് ചോറും കൂട്ടി കണ്ണും പൂട്ടി അടിക്കാൻ നിൽക്കണേ. അതെ, റെഡി. എണ്ണ ഒഴിച്ചില്ലേ? എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. തിളച്ചായിട്ട് വല്ലതും പറയും. എന്നിട്ട് കൈ പൊടിക്കണ്ട. നീയാണോ തിളച്ചു? ഒരുത്തി ഇവിടെ കാണില്ല. അവളെ അതിന്റെ ഇടയില് പൗഡർ ഇടാൻ മേക്കപ്പ് ചെയ്യാൻ പോയതാണ്. നിനക്ക് ചെയ്യണോടാ മേക്കപ്പ് ചെയ്യണോ? അവളെ ആളുകളെല്ലാം വരട്ടെ അല്ലേ? അവള് വരട്ടെ അല്ലേ? എണ്ണ തിളച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ തരണ്ടി അല്ലേ? നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടും കുറച്ചും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ട അതിലേക്ക് ഇടുന്നതാണ് കാണുന്നത്. ഇതൊക്കെ ഇടണോ? ഇതിന് മതി. കിട്ടോ? എന്തോ
ഒരു എന്തെന്നാണ് ഇതാണ് ഇതൊക്കെ എന്താണ് ഇത് പിടിക്ക് കേട്ടോ അതിട്ടാണ് ഇനി അടുത്ത ആൾ നിക്കിക്ക അവൻ ഇടട്ട് നീ എന്തെന്നാണെങ്കിലും ഈ വച്ച് പോന്നിരിക്കണേണ് ഇപ്പോഴും അല്ലോട്ടോ നാളെ പോയാലോ ഇനി ഒന്ന് എന്നുവെച്ചാൽ അതിൻ്റെ ഇടയിൽ പോയിട്ട് പൗഡർ തൂത്ത് മതി ഞാൻ പറഞ്ഞ മതി അല്ലേ അല്ലേ അതിനിപ്പോ എന്തൊന്നും ഞാനിടാറുണ്ടല്ലോ അപ്പൊ എന്താണ് ആണ് നിങ്ങൾക്ക് ഇടാൻ പോലെ നീ എന്തിനാ ഞാൻ കളിയാക്കിയല്ലോ കാര്യമല്ലോ ചോദിച്ചത് നീ പൗഡർ ഇട്ടോ അപ്പൊ നീ ഓടിക്കണം ഞാൻ എൻ്റെ കൂടെ പോണ ഞാനും ഇട്ടായിരുന്നു പൗഡർ അതേപോലെ തിരിക്കണ ഓടി നിനക്കറിയാണ്ട് ഞാൻ ചെയ്യണ നീ എന്തിനു ഓടാൻ പോയത് ഇതപ്പം വരെ പൗഡർ ഇടും അല്ലേ അങ്ങനെ 10-25 മിനിറ്റ് എടുത്തോണ്ടേ നമ്മുടെ തേരൻ്റെ വാർത്തെടുത്തിട്ടാണ് ഇഞ്ചി ഇടാൻ പോണോ ഒരു 3 കഷ്ണം 3 കഷ്ണം ഉണ്ടല്ലേ 3 കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ ഈ വച്ചിക്കൊന്നും പറയാനില്ല എനിക്ക് അറിഞ്ഞൂടാ നീ അല്ലേ ആയിരിക്കും ഇല്ലേ പിന്നെ അതിന് ശേഷം എന്താണ് വേപ്പല അതിന് ശേഷം വേപ്പല കുറച്ച് വേപ്പല ഒരു 5 പച്ചമുളക് 5 പച്ചമുളക് അടിപൊളി അടുത്തെന്താണ് വെളുത്തുള്ളി വെളുത്തുള്ളി എന്തോരം ചേച്ചി 5 വെളുത്തുള്ളി 5 വെളുത്തുള്ളി അരച്ചത് അല്ലേ പിന്നെ കുറച്ച് ഉപ്പ് എന്തോരം ഉപ്പ് ഇടണുണ്ട് 2 സ്പൂൺ 1 2 ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇനി എന്താണ് മുളക് പൊടി എന്തോരം 3 സ്പൂൺ 3 സ്പൂൺ ഇനി ഇളക്കാം ഈ വച്ചാൽ പിടിക്കും ഇളക്കിക്കോ ഈ വച്ച് ഇളക്കുകയാണ് അല്ലേ പോരാ പവറില്ല പവർ വരട്ടെ വച്ച് പവർ വരട്ടെ പവർ അമ്മേന്നുള്ള പവർ വന്നു അതെല്ലാം കൂടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ശേഷം എന്താണ് എന്തോരാണ് ചെറുക്ക ഒരു 4 സ്പൂൺ അല്ലേ അതേ ഒഴിക്കണം വേണ്ടി വന്ന് ഇങ്ങനെ ഒഴിക്കാം കഴിച്ച് ചുമക്കരുത് കേട്ടോ ജന്മം ചെയ്താൽ ചുമക്കരുത് വീഡിയോ കിട്ടും തിരിഞ്ഞി ചോച്ച അത് കളിക്കും വെള്ളം ഒഴിക്കണോ അതെന്താണ് വെള്ളത്തിൽ കുരുമുളക് കുരുമുളക് കുറച്ചുണ്ടായിരുന്നു വെള്ളം കൊണ്ട് ഒഴിച്ചു പിന്നെ അതിലേക്ക് കുഴപ്പമില്ല മേത്ത് വീണില്ല വാച്ചി താഴെ പോയല്ല മേത്ത് വീണില്ല കളഞ്ഞു ചാൻസ് ഇനി അടുത്ത തവണ തരട്ടെ ചാൻസ് ഇതേപോലെ ഞാൻ കണ്ടില്ല എന്താണ് പോയിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ അതിലേക്ക് ഇനി ഇടാൻ പോണല്ല വറുത്തിട്ടോ ഇടാൻ പോണേ അത് ഒത്തിട്ട് ഇതൊക്കെ റെഡിയല്ലേ അവിടെ ഫുഡ് അടിക്കാൻ വീണ്ടും ഇളക്കുകയാണ് ഈ വച്ച് വീണ്ടും ഇളക്കുകയാണ് നീ എത്ര നേരമുണ്ട് 5 മിനിറ്റ് ഇങ്ങനെ വെക്കണോ അല്ലെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ല ഇളക്കിക്കൊണ്ടിരിക്കണോ അല്ലെങ്കിൽ ഇളക്കണ്ട അപ്പോൾ ഇത് മൂടി വെക്കണം അല്ലേ അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കണം കേട്ടോ അപ്പോൾ ഇനി ഇളക്കണ്ട 5 മിനിറ്റ് മൂടി വെക്കുക അല്ലാതെ അല്ലേ ഡയറക്റ്റായിട്ട് മൂടി വെക്കും അല്ലേ അടിപൊളി നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അല്ലേ റെഡി അല്ലേ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് വെച്ചല്ലേ ഇപ്പം 10 മിനിറ്റ് വെച്ച് കേട്ടോ 10 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒന്നുകൂടി പറയും ഞാൻ പറഞ്ഞാൽ ഓർക്കണല്ലോ 1 കിലോ തിരണ്ടിയാണ് നമ്മൾ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കാൻ എടുത്തേക്കണത് കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ എടുത്തേക്കണേ അല്ലേ
അമ്മ ടേസ്റ്റ് ചെയ്യണ്ട അല്ലെങ്കിൽ ഇല്ല ഇല്ല ആ നിന്നാ എനിക്ക് കണ്ടെടുക്കണം എന്നാലും ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ പൊളിയാണോ നോക്കി കഷ്ണം കഴിക്കണല്ലോ എങ്ങനെയുണ്ടെന്ന് പറ നല്ല ടേസ്റ്റ് ഉണ്ട്. സത്യം പറ എന്റെ മോൻ തരണ്ടില്ല അത് ഇരിഞ്ഞിട്ടാ എരിഞ്ഞിട്ടാണ് നീ കഴിച്ചു നോക്കണം പൊടിക്കാണ്ട് ചാറരുത്. നടക്കുമല്ലതും യാജി ഞാൻ കഷ്ണം നോക്കിക്കൊണ്ടിരിക്കണോ എന്താണ് എങ്ങനെയുണ്ട്? എന്താണ് എങ്ങനെയുണ്ട്? ഇങ്ങനെ ഞാൻ ഒന്ന് കഴിച്ചോട്ടെ പിടിച്ചേമേ അല്ലെങ്കിൽ നീ പിടിച്ചോ ഇവിടെ ഞാൻ പിടിക്കാം. ഇങ്ങോട്ടോ ഇപ്പുറം വാ ഇപ്പുറം വാ ഞാൻ പിടിക്കാം. ഇല്ല ഒരാളെ കൊള്ളാം ഒന്നുകൂടി ഇരിക്കണമെന്ന് തോന്നണം ഒന്നാലും ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല നമ്മൾ കഴിക്കണ്ടാവും അപ്പം എന്തായാലും അമ്മയുടെ കുക്കിംഗ് ആയിരുന്നു അടിപൊളി ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് വേണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ എടി വാടി വേമ്പ ഓടിയോ നമുക്കൊന്നും പറയാനില്ലല്ലോ കണ്ടോ നല്ലതാണ്. വല്ല പറയണ്ട നിനക്ക് എന്താണ് വല്ല പറയണ്ട ഒന്നും അമ്മ ഇങ്ങോട്ട് തന്നെ ഇവിടെ വന്നേ നീ ഇവിടെ പോണേ നീ അവിടെ വേമ്പ സമയങ്ങളല്ലേ അപ്പൊ അടുത്ത വീഡിയോ കാണാം അല്ലെ ഒരു ബൈ കൊടുത്തല്ലോ അമ്മ ചേച്ചി